നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോബിൻ ബസ് എന്നത് കേരളത്തിൽ വലിയൊരു തരംഗമായി മാറിയിരുന്ന കുറച്ച് നാളുകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ റോബിൻ ബസിന്റെ ആരാധകർ ഇതുവഴി ഒരുപാട് ഉയരുകയും ചെയ്തിരുന്നു. ആരാധകർക്കും അതുപോലെ തന്നെ റോബിൻ ബസ് ഉടമ ആയിട്ടുള്ള ബേബി ഗിരീഷിനും സന്തോഷം പകരുന്ന ഒരു വാർത്ത കോടതിയിൽ നിന്നും ഉണ്ടാകുകയാണ്. പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിന് തന്നെ വിട്ടു നൽകാൻ കോടതിയുടെ ഉത്തരവ്. നിയമലംഘനത്തിന് ചുമത്തിയ പിഴയായി 82,000 രൂപ അടച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. പിഴ ഒടുക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസ്സിന് കേടുപാടുകൾ ഉണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പിഴത്തുക അടച്ചതിന് ശേഷം ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് കാട്ടിയാണ് ബേബി ഗിരീഷ് കോടതിയെ സമീപിച്ചത്. പിഴ ഒടുക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസ്സിന് കേടുപാടുകൾ ഉണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പിഴത്തുക അടച്ചതിനു ശേഷം ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് കാട്ടിയാണ് ബസ് നടത്തിപ്പുകാരൻ പാല ഇടമുറക്ക് സ്വദേശി ബേബി ഗിരീഷ് കോടതിയെ സമീപിച്ചത്. അതേസമയം പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് ആരംഭിച്ചത് മുതൽ മോട്ടോർ വാഹന വകുപ്പും ബസ് നടത്തിപ്പുകാരും തമ്മിൽ നിയമയുദ്ധത്തിൽ ആയിരുന്നു. പുതുക്കിയ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരമാണ് സർവീസ് നടത്തുന്നത് എന്നാണ് നടത്തിപ്പുകാരൻ പറയുന്നത്. എന്നാൽ ഓരോ ട്രിപ്പുമായി നിരത്തിൽ ഇറങ്ങുമ്പോഴും വിവിധ കാരണങ്ങൾ MVDയും പോലീസും ചേർന്ന് ബസ് പിടികൂടാൻ പറയുന്നു. കേരള മോട്ടോർ വാഹന വകുപ്പിന് പുറമെ തമിഴ്നാടും വലിയ തുക പിഴ അടപ്പിക്കുകയും ബസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെല്ലാം സുപ്രീം കോടതിയിൽ വരെ നേരിടുകയാണ് ബസ് നടത്തിപ്പുകാരൻ. ഏറ്റവും അവസാനമായി കഴിഞ്ഞ 20-ന് ബസ് വിട്ടു നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായി ബേബി ഗിരീഷ് പറയുന്നു. ഇത് പാലിക്കാതെ വന്നതോടെ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ വീണ്ടും ഹർജി നൽകി. ഇവിടെ നിന്നുള്ള ഉത്തരവ് പ്രകാരം ബസിന്റെ ഫൈനും ടാക്സും വാങ്ങി വിട്ടു നൽകാനാണ് നിർദ്ദേശം. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പണം മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കിയില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. പണമടയ്ക്കാൻ തിരുവല്ല എൻഫോഴ്സ്മെന്റ് RTOയിൽ എത്തുമ്പോൾ സിസ്റ്റം ഡൗൺ ആണ് എന്ന മറുപടിയാണ് ലഭിച്ചതത്രേ. പണം നേരിട്ടടയ്ക്കാനും ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഇതിൽ തയ്യാറായപ്പോൾ RTO ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ശനി ഞായർ ദിവസങ്ങൾ അവധി മൂലം ഇനിയും ബസ് ലഭിക്കാൻ വൈകും. പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നാണ് നടത്തിപ്പുകാരൻ ആരോപിക്കുന്നത്. അതേസമയം ബസ് വിട്ടുകിട്ടുന്നതോടെ സർവീസ് തുടരാൻ തന്നെയാണ് ബേബി ഗിരീഷിന്റെ നീക്കമെന്നാണ് സൂചന.